കേസിൽ നിങ്ങൾ പറയുന്ന ഈ കൗണ്ടർ കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ തട്ടിപ്പിനെ സംബന്ധിച്ച് കൊടുത്ത കേസിന്റെ നിലവിലത്തെ തൽസ്ഥിതി എന്താണ്? അതാണ് ഞങ്ങൾക്ക് ഇതുവരെ ഒരു അറിവുമില്ല ഈ കേസിൽ പോലും. അതായത് ഞങ്ങൾ ഇത്രയും തെളിവ് കൊടുത്തിരിക്കുന്നു, മാത്രമല്ല പോലീസ് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിലും വന്ന് എല്ലാ ഓഫീസിലും വന്ന് തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു. മക്കൾ താമസിച്ച ഫ്ലാറ്റിൽ നിന്ന് ശേഖരിച്ച് പോലീസ് ഇനി ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്ത് നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. മേ ബി അത് അവരുടെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയത്തില്ല. ഇതുവരെ എനിക്ക് പോലീസിൽ നിന്ന് ഈ അറസ്റ്റ് വാറന്റിനെ കുറിച്ച് പോലും എനിക്കൊരു ഇൻറ്റിമേഷൻ കിട്ടിയിട്ടില്ല. മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ താങ്കളാണെങ്കിലും ദിയ ആണെങ്കിലും ഇതിൽ നേരിട്ട് പങ്കാളികളാണ്. പക്ഷേ താങ്കളുടെ ഭാര്യയോ ബാക്കി 3 മക്കളോ അവർക്കെതിരെയും വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്, അവർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. അത് എന്ത് അടിസ്ഥാനത്തിലാണെന്നാണ് പോലീസ് പറയുന്നത്? അല്ല, അവർ പറയുന്നതിന് കാര്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ ഓഫീസിലുണ്ട്, എൻ്റെ ഓഫീസിനകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഇവിടെ എൻ്റെ മക്കൾ ഇതിനകത്ത് എന്ത് പങ്ക് വഹിച്ചു എന്ന് എനിക്കറിയത്തില്ല. അവരൊക്കെ ഇവരോട് ഏറ്റവും രസം, എൻ്റെ മകൾ ദിയയ്ക്ക് ഇവരുമായിട്ട് വളരെയധികം ബന്ധമാണ്. ഈ ദിയയുടെ എല്ലാ ഫംഗ്ഷനുകളും നിങ്ങൾ നോക്കിയാൽ മതി, അതിലൊക്കെ എന്ത് ചടങ്ങുണ്ടല്ലോ ഈ കുട്ടികൾ കൂടെ ഉണ്ട്. ഈ വിഷയം നടക്കുമ്പോഴും ദിയ ഒരിക്കലും ഇവരായിരിക്കും എന്ന് വിചാരിച്ചില്ല. ഇതിൽ തട്ടിപ്പ് മനസ്സിലാക്കണം. ഇത് ഞാൻ മാത്രമല്ല, ഇനി ഏതെങ്കിലും യുവ സംരംഭകർ പുതുതായിട്ട് തുടങ്ങുമ്പോൾ നമ്മളിന്ന് എല്ലാം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെ വല്ലാതെ വിശ്വസിക്കും. ഇപ്പോൾ കടയിലൊരു QR കോഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ വന്നിട്ട് സാധനം വാങ്ങിക്കുന്നു, പോകുമ്പോൾ പറയുന്നു QR കോഡ് വർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾ വേറൊരു QR കോഡ് തരാമെന്ന് ഇവരുടെ ഫോൺ കാണിക്കുന്നു. എന്നാൽ ചിലർ ചോദിച്ചു, ഇതിൽ ഓബയൂസിൻ്റെ പേര് വരുന്നില്ല, ദിയയുടെ പേരിൽ. അതെ ഇത് അക്കൗണ്ടിൻ്റെ ഫോണാണ്, മറ്റേത് വർക്ക് ചെയ്യാത്തതുകൊണ്ട്. ഇത് മാത്രമല്ല, ഇത് ഞാനീ പറയുന്നതെല്ലാം കണക്കുകൾ പ്രകാരമുള്ള ഒരിതാണ്. 69 ലക്ഷം രൂപ ക്യാഷായിട്ട് പോയിട്ടുണ്ട്, സ്റ്റോക്ക് മോഷ്ടിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് തെളിവ് കൊടുക്കാനില്ല ഇവരാണ് എടുത്തതെന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു 69 ലക്ഷത്തിന്റെ കണക്കുണ്ട്, പോലീസ് ഇത് അന്വേഷിക്കും. വലിയൊരു എമൗണ്ട് ആണ് 69 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ. ഒബയോസി എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭമാണ്, ദിയ ഒരു നവസംരംഭകയാണ്. അത്രയും കാലമെടുത്ത് ഇത്രയും തുകയുടെ തട്ടിപ്പ് നടന്നതിന് ശേഷമാണോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഇത്രയും തട്ടിപ്പ് നടന്നു എന്നുള്ളത്? എന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷെ ആദ്യഘട്ടത്തിലൊന്നും ഒരു സംശയവും തോന്നിയില്ലേ? സ്വാഭാവികമായിട്ടും ദിയ പ്രഗ്നന്റ് ആണ്, അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരും നോക്കുന്നുണ്ടായിരുന്നില്ലേ ഈ ജീവനക്കാർക്കപ്പുറത്തേക്ക്? അവിടെയാണ് ശരിയാണ്, പ്രസക്തമായ ചോദ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൃത്യമായി നമ്മൾ കണക്കുകൾ പരിശോധിക്കേണ്ടതാണ്. വെറുതെ ആരെയും വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ ഇവള് ഓരോ ദിവസം ചോദിക്കുമ്പോഴും പറഞ്ഞു, ചേച്ചി ആരും വരുന്നില്ല, കസ്റ്റമേഴ്സ് വരുന്നില്ല മറ്റും. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ നോക്കുന്നുണ്ട്, കസ്റ്റമേഴ്സ് വന്ന വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, ചേച്ചി അവരൊന്നും വാങ്ങിച്ചില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നീടാണ് ഈ QR കോഡ് വെച്ച് വാങ്ങിക്കുന്നത്. സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ ഫോൺ വെച്ചെടുക്കുന്നു. ഇതും അറിയുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് ഓഡിറ്റ് പറഞ്ഞിട്ടുമല്ല ഞങ്ങൾ അറിയുന്നത്. 1-2 കസ്റ്റമേഴ്സ് പലപ്പോഴായിട്ട് ഇത് പറഞ്ഞിരുന്നു. രണ്ടാമത്തെ വിഷയം, OCയുടെ അനിയത്തിയായി ഇഷാനിയുടെ ഫ്രണ്ട് വന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ 8,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അവർക്ക് അയച്ചു കൊടുത്തു. അന്ന് ഇഷാൻ്റെ തൊടു തൻ്റെ സിസ്റ്ററിനോട് പോയി വാങ്ങിച്ചു, പക്ഷേ വേറെ പേരാണ് വന്ന് ഒന്ന് OC ചോദിച്ചപ്പോൾ ആ പൈസ വന്നിട്ടില്ല. അവിടെ നിന്നൊക്കെയാണ് സംശയം തോന്നി തുടങ്ങിയത്. പിന്നെയാണ് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ തുടങ്ങിയത്. നോക്കുമ്പോഴാണ് അങ്ങ് പോവുകയാണ്. ആദ്യം ഒന്നും OC വിശ്വസിക്കുന്നില്ല ഇവരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തെറ്റ് നോക്കിയാൽ നമ്മുടെ മകളുടെ ഭാഗത്തൊരു പിടിപ്പ് കൂടെ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് അവർ ചെയ്ത തെറ്റ് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. തെറ്റ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവരോട് സംസാരിച്ചൊക്കെ വീഡിയോ ചിത്രീകരിച്ച് നാളെ ഇത് ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് തന്നെയാണോ ഈ കുട്ടികളോട് സംസാരിക്കുന്നൊക്കെ വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചത്? നമ്മൾ ജീവിതത്തിലെ മുൻ അനുഭവങ്ങളുണ്ട്. പല കാര്യങ്ങളിലും നമ്മുടെ പലരും ചോദിച്ചു, കൃഷ്ണന്മാർ വീഡിയോ ഉണ്ടോ, റെക്കോർഡുണ്ടോ? ഇന്ന് എല്ലാവരും എന്ത് നടന്നാലും വീഡിയോ എടുത്ത് വെച്ചേക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 6 പേരും ദൃശ്യമാധ്യമ രംഗത്തുള്ളവരാണ്. സ്വാഭാവികമായിട്ടും തിരിച്ചറിവുള്ളതുകൊണ്ട് നമുക്കെതിരെ ഒരു ആരോപണം പോലും വരാൻ നമുക്ക് താല്പര്യമില്ല. നമുക്കറിയാം ഇതെല്ലാം വരും. കാരണം ഇന്ന് നമ്മുടെ സ്നേഹത്തിൽ പെരുമാറുന്നവരൊക്കെ നാളെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇഷ്ടം പോലെ മുൻ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവരും ഞാൻ പറയുന്നതറിയോ, ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ സൈഡിൽ ഇത് വെച്ചേക്കും. കാരണം നമുക്കറിയാം ഞാൻ മാധ്യമരംഗത്ത് വന്ന ഒരാളാണ്, ദൂരദർശനിലെ റിപ്പോർട്ടറായിട്ട് വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെയൊക്കെ ലേശം കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ മക്കളും രംഗത്തുള്ളതാണ്. പലപ്പോഴും അവർ വലിയ ആരോപണങ്ങൾ നേരിട്ടുള്ളവരാണ്, ഒരു കഴമ്പില്ലാത്ത നേരിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, പലതും നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ വീഡിയോ എടുത്തിരിക്കും. ആദ്യം തന്നെ പോലീസിൽ പരാതി നൽകുന്നത് ഇങ്ങനെ ഒരു ഇവരുമായിട്ട് സംസാരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇങ്ങനെ ഒരു തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ സംശയം തോന്നുന്ന ഘട്ടത്തിൽ ആദ്യം നമുക്ക് പോലീസിനെ സമീപിക്കാമല്ലോ. എന്തുകൊണ്ടായിരിക്കാം ഇവരുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്? എന്തുകൊണ്ടാണ്? ഇവരത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം സമ്മതിച്ചില്ല, രണ്ടാമതൊരു സമ്മതിച്ചല്ലോ, പണം എടുത്തു, ഞങ്ങൾ പൈസ കൊണ്ട് തരാമെന്ന് പറയുന്നു, ഫ്ലാറ്റിന് താഴെ പൈസയുമായിട്ട് വരുന്നു.
അത് വളരെ ചെറിയ സംഖ്യ കൊണ്ടാണ് നമുക്ക് സംശയം തോന്നി. ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്ക് മുഴുവൻ ചെക്ക് ചെയ്യണം. ഫോൺ എടുത്ത് ജിപേയുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോഴാണ് തട്ടിപ്പിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവർ പൈസ കൊണ്ട് തരുന്നു, 8 ലക്ഷത്തി ചില്ലുവൻ കൊണ്ട് തരുന്നു, ബാക്കി പിന്നെ തരാമെന്ന് പറഞ്ഞ് ഇവർ പോകുന്നു. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ പോലീസിൽ പോകുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ മോളും പറഞ്ഞു വെച്ചാൽ പെൺകുട്ടികളാണ്, ഒരാൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുള്ളതാണ്, നമുക്കൊന്ന് ക്ഷമിക്കാം 2 ദിവസം കൊണ്ട്. ഞാൻ പിന്നെ ക്ഷമിക്കാം, കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഈ പോലീസിൽ പോകാനുള്ള കാരണം ഇവർ ഈ വിളിച്ച് മോശമായ സംസാരം അർദ്ധരാത്രിക്ക് ശേഷം വിളിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെയാണ് പരാതിക്ക് പോകുന്നത്. ഇപ്പോൾ പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവർ പരാതിയും കൊടുത്തേനെ, ഞങ്ങൾ കൗണ്ടർ കേസിൽ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു, ഞങ്ങൾ തെറ്റുകാരായിപ്പോയേനെ.